ഹായ് എവരി വൺ. ഞാനിന്നിവിടെ സെക്ഷുവാലിറ്റിയെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നാട് പുരോഗമിച്ചു, നമ്മൾ പുരോഗമിച്ചു, നമുക്കിടയിലുള്ള നമ്മുടെ തോട്ട്സ്, അതായത് നമ്മുടെ ചിന്താഗതി പുരോഗമിച്ചു എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് എത്ര പേർക്ക് ഈ സെക്ഷുവാലിറ്റിയെ കുറിച്ചറിയാം? അതായത് ഹോമോസെക്ഷൽ, ഹെട്രോസെക്ഷൽ, LGBTQ എന്നൊക്കെ പറയുന്നില്ലേ, എത്ര പേർക്കറിയാം? ടു ബി ഫ്രാങ്ക്, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വലിയ ധാരണയുണ്ടോ എന്ന് ചോദിച്ചാലും അറിയില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നൊക്കെ അല്ലാണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള വലിയ എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ വളർന്നു വരുന്നതിനോടൊപ്പം പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നതും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ച് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാം. അത് മാത്രമേ ഞാൻ അവകാശപ്പെടുന്നുള്ളൂ. ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള എല്ലാ വിവരവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോഴാണ് ഈ അടുത്ത ഇടയ്ക്കാണ് നമ്മുടെ കാതൽ ദക്കോർ നമ്മുടെ മമ്മൂക്കയുടെ മൂവി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു മൂവി മലയാളത്തിന് അത്യാവശ്യമായിരുന്നു. നമ്മുടെ മലയാള സിനിമക്ക് അത്യാവശ്യമായ ഒരു മൂവി തന്നെയായിരുന്നു. പക്ഷെ കുറേ പേർ അതിനെതിരെ പറയുന്നുണ്ട്, കുറേ പേർ പറയുന്നുണ്ട് ഈ ഒരു അവസരത്തിലൊന്നും ഈ ഒരു മൂവിക്ക് വലിയ പ്രാധാന്യമില്ല, അതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലാണെന്ന്. എന്താ ഇപ്പോൾ ഈ ഒരു ഫിലിമിന് എന്താ അംഗീകാരമില്ലേ? എത്ര പേർക്ക് അറിയാം ഇപ്പോഴും ഹെട്രോസെക്ഷൽ, ഹോമോസെക്ഷൽ എന്നൊക്കെ പറഞ്ഞാൽ? പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ. കുറേ മുമ്പ് വരെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറേ മുമ്പ് വരെ പറഞ്ഞാൽ എൻ്റെ ഒരു പഠിക്കുന്ന കാലത്തൊന്നും എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അറിയില്ലായിരുന്നു. കുറച്ച് ഈ സോഷ്യൽ മീഡിയ, ഞാൻ പറഞ്ഞില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആയതിനു ശേഷമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതും. പിന്നെ അറിയാൻ നമുക്കൊരു ത്വരയുണ്ടാവുമല്ലോ എന്താ ഇത് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ. അങ്ങനെയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സ്കൂളിൽ സെക്ഷുവാലിറ്റി ഇതിനെക്കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ, ഒരു കുട്ടികൾക്ക് ഇത് ടീച്ചേഴ്സ് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം വേറൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഗൾഫ് കൺട്രിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ മോന് ഇപ്പോൾ ഇവിടെ ഗൾഫ് കൺട്രിയിൽ ഇവിടെ ഒരു സ്കൂളിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം മോൻ ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമല്ലോ കുഞ്ഞുങ്ങളോട്. അപ്പോൾ എന്നോട് പറഞ്ഞ, അമ്മേ എന്താണ് അമ്മേ ഗേ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഞാൻ പെട്ടെന്ന്, സത്യം പറഞ്ഞ് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു എന്താ? ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അവനെന്തോ വേറെന്തോ ആയിരിക്കും പറയുന്ന. അല്ല, ഗേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഗേ എന്ന് പറഞ്ഞാൽ അതൊരു സെക്ഷുവാലിറ്റിയാണ്, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ കളിക്കുന്ന ഇടയിൽ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായതാ, കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചത്? അപ്പോൾ പറഞ്ഞു നമ്മൾ ഇൻ്റർവെൽ സമയത്തൊക്കെ ബ്രേക്ക് ടൈമിലൊക്കെ കുട്ടികൾ കളിക്കുമല്ലോ, ആ ടൈമിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് കളിക്കും. പാലസ്തീൻ ഓർ ഇസ്രയേൽ, മെസ്സിയോ റൊണാൾഡോ, അങ്ങനെയൊക്കെയാണ് അവരുടെ കളി എന്നാണ് കുഞ്ഞ് പറഞ്ഞിട്ട് എനിക്കറിയുന്നത്. അപ്പോൾ അങ്ങനെ ഇവനോടും ചോദിച്ചു, പാലസ്തീൻ ഓർ ഇസ്രയേൽ, മെസ്സിയോ റൊണാൾഡോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നതിനിടയിൽ ചോദിച്ചു ആർ യു ഗേ എന്നൊക്കെ, അതും ചോദിച്ചു പോലും. അപ്പോൾ അത് അവനെ അറിയില്ല, അപ്പോൾ അവന് മനസ്സിലായില്ല. അവൻ ഒന്നും പറഞ്ഞില്ല പറഞ്ഞു. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, എന്നോട് ഇതൊക്കെ ചോദിച്ചു. അപ്പം മെസ്സിയോ റൊണാൾഡോ, പാലസ്തീനോ ഇസ്രയേൽ, അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഗേ പറഞ്ഞു എനിക്ക് എന്നാന്ന് അറിയില്ല അമ്മേ. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ല അവർ പറഞ്ഞത് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നേരം എനിക്ക് മനസ്സിലായത് ഇതിനെക്കുറിച്ച്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു സെക്ഷുവാലിറ്റി, അത് കുറച്ച് വലുതാവുമ്പോൾ മോന് മനസ്സിലാവും, ക്ലാസ്സൊക്കെ അതിനെക്കുറിച്ച് എടുക്കുമ്പോൾ മനസ്സിലാവും, അതൊരു ഹെട്രോസെക്ഷൽ, ഹോമോസെക്ഷൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ചെറിയ കാര്യങ്ങൾ അങ്ങനെ ഒരു അട്രാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അട്രാക്ഷൻ ആണെന്നൊക്കെ അങ്ങനെ അതിനെക്കുറിച്ച് ചെറിയ മനസ്സിലായില്ല അവന് മനസ്സിലായില്ല. എന്താ അവന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു അത് കുറച്ച് നാൾ കൂടെ കഴിഞ്ഞാൽ അത് മനസ്സിലാവുമായിരിക്കും. ചില സമയം ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു ഇതാണെന്നോ എനിക്കറിയില്ല. എനിക്കങ്ങനെ വേണ്ട വിധത്തിൽ എനിക്ക് എൻ്റെ ഒരു എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കറിയാത്തത് കൊണ്ടാണ്, എന്താണെന്ന് അറിയില്ല, അവനൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം സ്കൂളിൽ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കുട്ടികൾക്ക്, അതായത് ഒരു എഡ്യൂക്കേഷൻ കുട്ടികൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പണ്ട് നമ്മളൊന്നും പഠിക്കുമ്പോൾ എനിക്കും അതുപോലെ എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റെ ഫ്രണ്ട് സർക്കിൾ, എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയുണ്ടായിരുന്നില്ല. ധാരണയും ഉണ്ടായിരുന്നില്ല. കുഞ്ഞുനാളിലൊന്നും തീരെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞുനാൾ പോയിട്ട് കുറച്ച് പോത്ത് പോലെ വളർന്നിട്ട് പോലും വലിയ ധാരണയൊന്നും ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. അത് വലിയ കാര്യമായിട്ട് പറയുന്നതല്ല, അതൊക്കെ ഒരു ലജ്ജിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വളർന്നു വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു ധാരണയും കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് ഒരു ഇതാണെന്നൊക്കെ ഒരു ധാരണയൊക്കെ കിട്ടിയത് വളർന്നു വന്നതിന് ശേഷമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ല. ഇപ്പോൾ കൂടുതൽ സോഷ്യൽ മീഡിയയും അതുപോലെ സൊസൈറ്റിയിലൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൂടുതൽ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അവരിലേക്ക് എത്താൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അവർ ചോദിക്കുമ്പോൾ, നമുക്ക് ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യമാണ്.
അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ ഏറ്റവും നല്ല കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല നമുക്ക് നമ്മളെ അധ്യാപകർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നത് പറയാറില്ല. അപ്പോൾ സ്കൂളിൽ ഇതിനെക്കുറിച്ചൊരു ക്ലാസ് എടുത്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു സെക്ഷുവാലിറ്റി, അത് സെക്സ് എഡ്യൂക്കേഷൻ, സെക്ഷുവാലിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. എവിടെയായാലും, നമ്മുടെ നാട്ടിലായാലും പുറം കൺട്രിയിലായാലും എവിടെയായാലും ഇതിനെക്കുറിച്ചൊരു കുഞ്ഞുങ്ങൾക്കൊരു ധാരണ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുണ്ടായ ഒരു ടോപ്പിക്കാണ്. താങ്ക് യു.